പോലെ ഞാൻ കാതോർക്കേ സഖി സ്നേഹത്തിൻ തൂമഞ്ഞായി ഏകാമോ മൊഴി ഓമലേ ചൊല്ലാമോ ആരാരും ആരാരും കാണാതെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഹോസ്പിറ്റൽ ഡേയ്സ് ആണ്. മെയ് 30 തൊട്ട് ജൂൺ 4 വരെയുള്ള എൻ്റെ ഹോസ്പിറ്റൽ ഡേയ്സ്. അത് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവിടെ നിന്നൊക്കെ കവർ ചെയ്ത് വെച്ചുള്ള അങ്ങനെ എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആട്ടോ. ഇപ്പോൾ ഇത് മെയ് 30 പുലർച്ചെയായിരുന്നു വാട്ടർ ബ്ലോക്ക് ആയത്. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് എമർജൻസി സി സെക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് 24 hours ICUയിൽ ഒബ്സർവേഷനിലായിരുന്നു. നെക്സ്റ്റ് ഡേ മെയ് 31 ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ റൂമിലേക്ക് തിരിച്ചെത്തി. ഉണ്ണികളുടെ ബർത്ത് ടൈം എന്ന് പറയുന്നത് മെയ് 30 9:34 9:35 ആയിരുന്നു. മെയ് 30 എൻ്റെ തേർഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. തേർഡ് വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ അന്ന് തന്നെയാണ് ഉണ്ണികളുണ്ടായത്. മെയ് 30 ഒട്ടും ഉറക്കം കിട്ടിയിട്ടില്ല. ICUയിൽ ഫുൾ ടൈം അങ്ങനെ കിടക്കായിരുന്നു. ഒരു സെക്കൻഡ് പോലും കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല പെയിൻ കൊണ്ട്. സെയിം തന്നെ മെയ് 31 തീരെ ഉറക്കം കിട്ടിയിട്ടില്ല. റൂമിൽ അന്നത്തെ ദിവസം അമ്മയുണ്ട്, ബ്രദറുണ്ട്. കാരണം ബാത്റൂമിലേക്കൊക്കെ പോകാൻ കുറേ പേരുടെ ഹെൽപ്പ് വേണം. കാരണം ഫുള്ള് തലകറക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഉണ്ണികളെ നമ്മുടെ കയ്യിൽ അപ്പോഴും കിട്ടിയിട്ടില്ല. ഉണ്ണികൾ NICUവിലായിരുന്നു. ഉണ്ണികൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ണികളെ കയ്യിൽ കിട്ടിയത്. പക്ഷേ അവർ 2 മണിക്കൂർ കൂടുമ്പോൾ ഉണ്ണികളെ ഫീഡ് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ മാത്രമേ ഉണ്ണികളെ നമുക്ക് എടുക്കാനൊക്കെ പറ്റിയിരുന്നുള്ളൂ. ഡെലിവറിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സി സെക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു 7 സ്റ്റേജ് പ്രൊസീജിയറാണ്. അതായത് 7 സ്റ്റേജ് ഓഫ് റിക്കവറി പ്രൊസീജിയറാണെന്നുള്ളത് എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഷെയർ ചെയ്യാം. പിന്നെ ആഫ്റ്റർ ഡെലിവറി നമുക്ക് അലൗ ചെയ്തുള്ള ഫുഡ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ബണ്ണും ചായ, അല്ലെങ്കിൽ ചൂടുവെള്ളം, അല്ലെങ്കിൽ കഞ്ഞി, പൊടിയരിക്കഞ്ഞി. ഇത് മാത്രമായിരുന്നു ഞാൻ 3 ഡേയ്സ് ഞാൻ അത് മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സി സെക്ഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജ് നടക്കുക എന്നുള്ളതാണ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞാൻ ഇപ്പോൾ ബാത്റൂം പോയി വന്നിട്ട് എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ യൂറിനറി ട്യൂബും റിമൂവ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും യൂറിൻ പാസ് ചെയ്യാൻ ബാത്റൂമിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ വരെ പോയി തിരിച്ച് വരുമ്പോഴേക്കൊന്നും ഇരിക്കണം. പെട്ടെന്ന് തലകറങ്ങിയിരുന്നു. എനിക്ക് 3 ദിവസം വരെ ഫുള്ള് തലകറക്കമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ യൂറിൻ പാസ് ചെയ്ത് കുറച്ച് നേരം ഞാൻ വന്നിരുന്നു. എന്നോട് പറഞ്ഞിരുന്നു ഡോക്ടർ ചാരി ഇരിക്കണം എന്നൊക്കെ. അപ്പോൾ ബാക്കിലൊരു പില്ലോ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഇരിക്കുകയാണ് ഇപ്പോൾ ചെയ്യണത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3rd ഡേ ആയിട്ടുണ്ട്. അതാണ് ഞാൻ ഇത്തിരി ഫ്രീ ആയിട്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്നാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിരുന്നില്ല. ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. മുടിയൊക്കെ എങ്ങനെയായിരുന്നു ഉറക്കത്തിലിരുന്നിരുന്നത്. ജസ്റ്റ് ഒന്ന് വേഗം ഇതാക്കി ഒരു ക്ലിപ്പ് ഇട്ടിട്ട് വരാൻ ചെയ്തത്. നമുക്ക് അങ്ങനെ ഒരു ഓപ്പറേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ആകെ ജട പിടിച്ച് ഒട്ടിക്കെടുക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് അത് കൈ കൊണ്ടൊക്കെ ഇരുന്നിട്ട് ഒന്ന് സെറ്റാവാൻ നോക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇനിയും ഒരു 2-3 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി എല്ലാം കൂടി പറഞ്ഞു പോണ വിധത്തിലാവും. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 5ാമത്തെ ദിവസമാണ് എന്നോട് കുളിക്കാനൊക്കെ പറയണത്. അപ്പോൾ ഓൾറെഡി ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കുളിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നും പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലേക്കുള്ള ബാഗ് പോലും ഞാൻ സെറ്റാക്കിയിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് കയ്യിൽ കിട്ടി എന്തൊക്കെയോ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് വരാണ് ചെയ്തത്. ഞാൻ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റലിൽ തന്നെ ICUന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അവർ ആ യൂറിനറി ട്യൂബും കാര്യങ്ങളൊക്കെ മാറ്റിച്ച് റൂമിലെത്തി ഒരു 3 മണിക്കൂറിൻ്റെ ഉള്ളിനോട് യൂറിൻ പാസ് ചെയ്ത് നടക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്ന ഏറ്റവും വലിയ ടാസ്ക് എന്നൊക്കെ പറയില്ല, ആ സംഭവം അതായിരുന്നു. ഞാൻ മുൻപ് കേട്ടിട്ടുണ്ട് യൂറിൻ പാസ് ചെയ്യാനും അതുപോലെ തന്നെ മോഷൻ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നു ഓപ്പറേഷന് ശേഷം. പക്ഷേ എനിക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ബുദ്ധിമുട്ട് നടക്കുക എന്നുള്ള കാര്യമാണ്. ആ ബെഡിൽ നിന്നൊന്ന് എണീറ്റ് ആ ഒരു ബാത്റൂം വരെ പോകാമെന്ന് പറയണേ, അത് മാത്രമാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു 2-3 വട്ടം തലകറങ്ങി ചേട്ടൻ, അമ്മ, പിന്നെ 2-3 നഴ്സുമാർ അവരെല്ലാവരും കൂടി പിടിച്ചിട്ടൊക്കെയാണ് ഞാനൊന്ന് യൂറിൻ പാസ് ചെയ്ത് തിരിച്ച് റൂമിലേക്ക് എത്തിയത്. അവർക്കൊക്കെ അവർ പറയണതൊക്കെ ഈസിയാണ്, പക്ഷെ അവർക്കൊക്കെ ഡെയിലി കാണുന്ന ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഈ ഓപ്പറേഷനൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല എനിക്ക് ആ ഒരു സമയത്തൊന്നും. പിന്നെ അങ്ങനെ കുറേ നടന്നു. ഞാൻ എന്നെ തന്നെ കുറേ പുഷ് ചെയ്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തു. സൈഡ് ചെരിഞ്ഞ് കിടക്കുക, അങ്ങനെ കുറച്ച് നടക്കുക, കുറച്ച് ഇരേറ്റിരിക്കുക, അങ്ങനെ ചെയ്ത് ഒരു 4ാമത്തെ ദിവസം ആകുമ്പോഴേക്കൊക്കെ ഏകദേശം ഒരുവിധം സെറ്റായി ഞാൻ ആ പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് ICUയിൽ കിടക്കുമ്പോൾ തന്നെ എന്നോട് സിസ്റ്റേഴ്സ് ഒന്ന് പറയുന്നുണ്ട് ചെരിഞ്ഞ് കിടക്കണം, 2 സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കണം, ഏറ്റിരിക്കണം എന്നൊക്കെ. എനിക്കത് മനസ്സിലാവണില്ല. കാരണം അങ്ങനെ എത്രയോ ഓപ്പറേഷൻ ചെയ്തിരുന്ന ആർക്കും അങ്ങനെ പെട്ടെന്ന് സൈഡ്
സൈഡ് ചെരിഞ്ഞൊക്കെ എടുക്കാൻ പറ്റും. ഞാൻ എന്നിട്ടും കുറേ ട്രൈ ചെയ്തു. ഒരുപാട് പെയിൻ സ്വയം സഹിക്കാന്നല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് ഒരു ഫലവും ഉണ്ടായിരുന്നില്ല. അതിന് പ്രത്യേകിച്ച് ഒരു റിസൾട്ടും കിട്ടിയിരുന്നില്ല. ഞാൻ പിന്നെ ആലോചിക്കേണ്ടത് ഇപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് എനിക്ക് ശരിക്ക് സ്വയം എന്നെക്കൊണ്ട് ചെരിഞ്ഞ് കിടക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 ഹവേഴ്സിനുള്ളിൽ തന്നെ നമ്മൾ 2 സൈഡും ചെരിഞ്ഞ് കിടക്കണം, എണീറ്റിരിക്കണം, സ്വയം അതിനൊക്കെ പറ്റും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല അവരെന്ത് കരുതിയിട്ട് അങ്ങനെയൊക്കെ പറയണേ എന്നുള്ളത്. നമ്മളൊരുപാട് നമ്മളെക്കൊണ്ട് ട്രൈ ചെയ്താലേ അങ്ങനെയൊക്കെ പറ്റുള്ളൂ, അതൊക്കെ എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ച് വലിയണം. നമ്മളങ്ങനെ കിടന്നോടത്ത് വേദന ഉണ്ട് പറഞ്ഞിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. നമ്മുടെ സ്റ്റിച്ച് വലിഞ്ഞ് അതൊന്ന് സെറ്റ് ആവണമെങ്കിൽ നമ്മൾ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. പക്ഷേ ICUയിൽ കിടക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് അങ്ങനെയൊക്കെ പറയണതിൽ യാതൊരു അർത്ഥമില്ല. പിന്നെ എൻ്റെ കൈമേലത്തെ കാനുകളും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തു. ആക്ച്വലി മറ്റേ കൈമ ഇട്ടിട്ട് അവിടെ ബൾജ് ചെയ്തപ്പോഴാണ് ഇപ്പുറത്തെ കൈമയ്ക്ക് ഇട്ടത്. പിന്നെയും ഞാൻ കൈയൊക്കെ കുത്തി എനിക്കുമ്പോഴൊന്നും എനിക്ക് പേടിയായിരുന്നു, കൈ കുത്തി എനിക്കുമ്പോഴൊക്കെ വാൻ എടുക്കുമെന്നുള്ളത്. പിന്നെ അതൊക്കെ ശീലമായി, അവിടെ ഇവിടെയൊക്കെ അവർ കുത്തി ഇതാക്കിയിട്ട്. പിന്നെ വാട്ടർ ബ്ലോക്കായി വന്നുകൊണ്ട് തന്നെ ഉണ്ണിക്കും എനിക്കും ഡെയിലി ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഉണ്ണികൾക്ക് 10 ഡോസ് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, എനിക്ക് 5 ഡോസ് ആൻറ്റിബയോട്ടിക്കിന് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, ഇൻഫെക്ഷൻ ഒന്നും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കാൻ. അങ്ങനെ ഉണ്ണികളൊക്കെ റൂമിലേക്ക് കൊണ്ടു തന്നു. എനിക്ക് ഫസ്റ്റ് ഡെലിവറിനെക്കാട്ടും ഒരുപാട് ഈസി ആയിട്ട് തോന്നി. ഒരുപാട് പ്രഷറൊന്നും എടുക്കേണ്ടി വന്നില്ല, കുറേ ടെൻഷനൊന്നും എടുക്കേണ്ടി വന്നില്ല. എല്ലാം എന്താ പറയുക അതിൻ്റേതായ രീതിയിൽ നടക്കണ പോലെ തോന്നി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഉണ്ണികളെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ പിന്നെ അത് അല്ല, കുട്ടികളെ പറ്റി ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാനുള്ള ഒരു സമയം കിട്ടിയിരുന്നില്ല. എനിക്ക് ആ 2 ദിവസം കൊണ്ട് എൻ്റെ ബോഡി അത്യാവശ്യം റിക്കവർ ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയ പോലെ തോന്നി. പക്ഷേ ഫസ്റ്റ് ഡെലിവറിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ റൂമിലെത്തിനെക്കാട്ടും മുന്നേ ഉണ്ണി വന്നിരുന്നു. പിന്നെ ഉണ്ണിക്ക് പാല് സക്ക് ചെയ്ത് കുടിക്കാനുള്ള ബുദ്ധിമുട്ട്, ഫീഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണല്ലോ അമ്മയാവണത്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ കുറേ പരിചയക്കുറവും കാര്യങ്ങളും, അതൊക്കെ പ്രഷർ, അതൊക്കെ സ്ട്രെസ്സ്, അതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുക, ഉറങ്ങാണ്ട് കിടക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എല്ലാ വ്ളോഗിലും ഞാൻ പറയുന്നുണ്ട് എനിക്ക് പെൽവിക് ബോൺ ഭയങ്കര വെയിറ്റ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പെയിനാണ്, അങ്ങനത്തെയൊക്കെ. അപ്പോൾ ഓൾമോസ്റ്റ് ഡെലിവറി കഴിയുന്നതോടെ എനിക്ക് എൻ്റെ 2 കാലും നമ്പായ പോലെ ഫീൽ ചെയ്തു. അതായത് എനിക്ക് കാല് കൊണ്ട് നടക്കാനൊക്കെ പറയുമ്പോൾ എനിക്ക് കാല് വലിച്ച് വെച്ച് നടക്കേണ്ട അവസ്ഥയാണ്. അതായത് കാല് പൊന്തിച്ച് വെച്ച് നടക്കാൻ പറ്റണില്ല. അപ്പോൾ ഭയങ്കര ഞാൻ കരുതി ഇതോടെ കാലിൻ്റെ പണി കഴിഞ്ഞു എന്ന് വിചാരിച്ചു. കാരണം കാലൊന്നും തീരെ അനക്കാൻ പറ്റണില്ല. പിന്നെ ഒരു ദിവസം രാത്രി എന്തായാലും 2-3 ഉണ്ണികൾ ICU തിരിച്ച് വരണ വരെ എനിക്ക് 2 ദിവസം ഉറക്കം ഉണ്ടായിരുന്നില്ല. അത് ഫസ്റ്റ് ഡെലിവറിയിലും അങ്ങനെ തന്നെയായിരുന്നു, ഭയങ്കര ഉറക്കക്കുറവായിരുന്നു. കുട്ടികൾ വന്നപ്പോൾ പിന്നെ എനിക്ക് ഉറക്കം വന്നു തുടങ്ങി അങ്ങനെ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ രാത്രി കിടന്നിട്ട് എക്സസൈസ് ചെയ്തിരുന്നു. ഒരു ദിവസം നൈറ്റ് ഫുള്ള് കാല് നന്നായിട്ട് മൂവ് ചെയ്ത് ശരിയാക്കി. എന്നാലും ഒരുവിധം കാലുകൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് ഡേ ഫുള്ള് ഒരു 3 ദിവസം വരെ എനിക്ക് തലകറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ബെഡിൽ നിന്ന് അങ്ങോട്ട് എണീക്കുമ്പോഴേക്കും ചെവിട് രണ്ടും മൂടിക്കെട്ടി ആകെ ബോധം പോണ പോലെയായിരുന്നു. പിന്നെ അത് ശരിയായി. പിന്നെ അടുത്ത പ്രശ്നം വന്ന് ബ്ലീഡിങ് ആണ്. നടക്കുമ്പോഴേക്കും ഒരുപാട് ബ്ലഡ് പോവുക. അങ്ങനെ 34 വീക്സിലായിരുന്നു, അതായത് ഒരു 8ാം മാസത്തിലായിരുന്നു ഡെലിവറി കഴിഞ്ഞത്. ബേബീസിന് അങ്ങനെ NICUലൊന്നും ഇടേണ്ടി വന്നില്ല. 2 ഡേയ്സ് NICUലാണെങ്കിൽ പോലും ഒബ്സർവേഷനിലായിരുന്നു. അവിടെ തന്നെയായിരുന്നു അവർ ഫീഡിങ് ഒക്കെ ചെയ്തിരുന്നത്. ലാക്ടോജൻ കൊടുത്തിരുന്നു. പിന്നെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും, റൂമിലേക്ക് കൊണ്ടുവരും 2 അവർ കൂടുമ്പോൾ. പിന്നെ നൈറ്റ് കിടക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് കിടത്തും, ഒരാൾ അമ്മയുടെ അടുത്ത് കിടത്തും. അങ്ങനെയാണ് നൈറ്റൊക്കെ ഞങ്ങൾ കിടന്നിരുന്നത്. ഒരു 3 ദിവസമൊക്കെ ഉണ്ണികളായിട്ട് കിടക്കേണ്ടി വന്നുള്ളൂ. നമ്മളൊരു 6 ദിവസം ഹോസ്പിറ്റലുണ്ടായിരുന്നു. പിന്നെ 7ാമത്തെ ദിവസം നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരാണ് ചെയ്തത്. ഞാനങ്ങനെ വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ട് ആഫ്റ്റർ ഡെലിവറി മോഷൻ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അതായത് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറേ പുഷ് ചെയ്യേണ്ടി വരുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അവർ ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. എനിക്ക് നടക്കേണ്ട കാര്യം മാത്രമായിരുന്നു നടക്കേണ്ടതും, ചെരിഞ്ഞ് കിടക്കേണ്ടതും ഏറ്റിരിക്കേണ്ട കാര്യങ്ങളൊക്കെ മാത്രമായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. വേറെ അങ്ങനെ ഡെലിവറിയിൽ പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ആഫ്റ്റർ ഡെലിവറി യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഓൾമോസ്റ്റ് ഒരു 4 ഡേയ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയി. എനിക്ക് സ്വയമല്ല എന്നാലും പിടിച്ചൊക്കെ എണിക്കാനൊക്കെ പറ്റി. മറ്റേതൊന്നും പറ്റിയിരുന്നില്ല. ഒരാളെ എണിപ്പിക്കണം, ഒരാൾക്ക് എടുത്തണം, പിന്നെ ഉണ്ണികൾക്ക് പാല് കൊടുക്കണമെങ്കിൽ വേറെ ഒരാളുടെ ഹെൽപ്പ് വേണം, അവരെ പിടിച്ച് നിർത്താനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ സ്വയം ബാത്റൂമിലേക്ക് ചെയറുമ്പോൾ പിടിച്ച് ചെയർ നീക്കി പോവും. ചിലപ്പോൾ അതും വേണ്ടി വരില്ല. പതുക്കെ നടന്നു പോയിട്ട് തിരിച്ചു വരാനൊക്കെ പറ്റി. അങ്ങനെ ചെറുതായി റിക്കവർ ചെയ്ത് ഇപ്പോൾ വന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 ഡേയ്സ് കഴിഞ്ഞു. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. എനിക്ക് ചെരിഞ്ഞെടുക്കാൻ പറ്റും, 2 സൈഡിലേക്ക് ചെരിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്, ഒറ്റയ്ക്ക് എണീക്കാൻ പറ്റുന്നുണ്ട്, ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമായി റിക്കവർ ചെയ്ത് വന്ന പോലെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രീമച്ചുർ ബേബീസ് ആയതുകൊണ്ട് നമ്മളങ്ങനെ വിസിറ്റേഴ്സിനൊന്നും അധികം റൂമിലേക്കൊന്നും അങ്ങനെ അലൗ ചെയ്തിരുന്നില്ല. കാരണം മഴയും കാര്യങ്ങളൊക്കെ അല്ലേ, ഇൻഫെക്ഷൻ വരാനൊക്കെ ഭയങ്കര ഈസിയാണ്. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റൽ തന്നെ ആയിരുന്നു. ഫസ്റ്റ് ഡെലിവറിക്ക് തന്നെ അമ്മ പറഞ്ഞിരുന്നു അവിടെ പോകാമെന്ന്. പക്ഷേ നമ്മൾ എന്താ പറയുക, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ അമ്മ പറയണതൊക്കെ ഇഗ്നോർ ചെയ്തിട്ടാണ് അകലെ ഹോസ്പിറ്റലിൽ പോയത്. അവിടെ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ എന്താ പറയുക, കണ്ടറിയാത്ത
അറിയാത്തവൻ കൊണ്ടറിയെന്ന് പറയില്ല, അതുപോലെയാണ് എൻ്റെ കാര്യങ്ങളെല്ലാതും. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വന്നിരുന്നു. ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ടൊരു ഗെറ്റ് ടുഗദർ പോലെ കുറേ ആയിരിക്കണം എല്ലാവരും കൂടി കണ്ടിട്ടൊക്കെ. ഒരു 2-3 ഇയേഴ്സ് ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും കൂടി ഇങ്ങനെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാൻ കാരണം എല്ലാവരും കൂടി എന്നെ ഒത്തുചേർന്ന് കാണാൻ വന്നല്ലോ. അപ്പോൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതായിരുന്നു എൻ്റെ ലൈഫിലിപ്പോൾ കംപ്ലീറ്റ്ലി 1 വീക്കായിട്ട് സംഭവിച്ചത്. ഡെലിവറി ഞാനൊരു ജൂൺ 15 ഞാൻ ഏകദേശം ഒന്ന് എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ 50 ഡേയ്സ് മുൻപ് ഡ്യൂ അപ്പോഴും ആയിട്ടില്ല കേട്ടോ, ഡ്യൂ അപ്പോഴും വരുന്നില്ല. ഡ്യൂ ജൂൺ 6 വരുന്നത്. പക്ഷേ ഞാനൊരു ജൂൺ 15 ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഡോക്ടറോട് സംസാരിക്കാമെന്നുള്ള രീതിയിലൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു. പക്ഷേ അതിനു മുൻപ് മെയ് 13 ടെൻഷൻ അടിക്കാനുള്ള സമയം കിട്ടിയില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം. അല്ലെങ്കിൽ ഞാൻ പിന്നെ ഓപ്പറേഷൻ ആണല്ലോ സി സെക്ഷൻ ആണല്ലോ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് റിസർച്ച് ചെയ്ത് ഞാൻ ഇരുന്നേനെ. പക്ഷേ അതിനൊന്നും സമയം കിട്ടിയില്ല. വേഗം പോയി. ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു 2 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ പോലെ തോന്നി. എനിക്ക് ഓപ്പറേഷനിലോട്ട് കിടക്കുന്നതിനെക്കാട്ടും മുന്നേ അതിൻ്റെ കുറച്ച് പ്രെപ്പിംഗ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് സ്റ്റേജസൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാനുള്ള നേരം കൂടി കിട്ടിയില്ല. വേഗം കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എന്നോട് പറയാം, ഓക്കെ 1 സ്റ്റേജ് കംപ്ലീറ്റ് ആയി, 2 സ്റ്റേജ് കംപ്ലീറ്റ് ആയി, 3 സ്റ്റേജ് കംപ്ലീറ്റ് ആയി, ഓൾമോസ്റ്റ് ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജാണ്, ഇതുകൂടി കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഇതായിരുന്നു. അതുപോലെ ഹോസ്പിറ്റലിലെത്തി നമ്മുടെ കാഷ്വാലിറ്റിയിൽ കിടക്കുമ്പോൾ വാട്ടർ ബ്ലോക്ക് ആയിട്ടല്ലോ വന്നത്. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ വന്നിരുന്നു PV ചെയ്യാനായിട്ട്. OS ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ഞാനത് സമ്മതിച്ചു കൊടുത്തില്ല. കാരണം ഞാൻ മെയിൻലി എൻ്റെ ഒരു ബർത്ത് ട്രോമ എന്ന് പറയുന്നത് PVയും അതുപോലെ തന്നെ സ്റ്റിച്ചും ആയിരുന്നു, വാജിനൽ സ്റ്റിച്ചും ആയിരുന്നു. അപ്പോൾ അത് രക്ഷപ്പെടാനാണ് ഞാൻ C-സെക്ഷൻ സെലക്ട് ചെയ്തത് തന്നെ. അപ്പോൾ അതിനവർ വീണ്ടും PV ചെയ്യാൻ വന്നത്. ഞാൻ പറഞ്ഞു സർവിക്സ് ഒന്നും ഡയലേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവില്ല, കാരണം ഈവൻ വാട്ടർ ബ്ലോക്ക് ആയെങ്കിൽ കൂടി എനിക്ക് പെയിനും കാര്യങ്ങളൊന്നും ഇല്ല. പെയിൻ വന്നാലേ സർവിക്സ് ഡയലേറ്റ് എന്തെങ്കിലും ആയെന്ന് തോന്നുള്ളൂ, എനിക്ക് പെയിനില്ല. പിന്നെന്താ അങ്ങനെയൊക്കെ ചോദിച്ച് ഞാൻ കുറേ സമ്മതിക്കാണ്ട് കുറച്ച് നേരം അവിടെ കിടന്നു. അതുപോലെ ഞാൻ പറഞ്ഞു ഡോക്ടറായിട്ട് നമ്മൾ C-സെക്ഷൻ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്, C-സെക്ഷന് പിന്നെ എന്തിനാ PVയുടെ ആവശ്യം, അങ്ങനെയൊക്കെ ചോദിച്ച് പിന്നെ അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ വേഗം തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്യാണ് ചെയ്തത്. അത് ഏറ്റവും നല്ല തീരുമാനമായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് തോന്നുന്നത്, നോർമലിൽ ട്രൈ ചെയ്യാണ്ടിരിക്കുന്നത്. കാരണം ഫസ്റ്റ് ബേബിയുടെ പൊസിഷൻ ബ്രീച്ച് ആയിരുന്നു. അപ്പോൾ നോർമലിൽ ട്രൈ ചെയ്തിട്ട് വെറുതെ C-സെക്ഷൻ്റെ നോർമലിൻ്റെ പെയിൻ ഒരുമിച്ച് അനുഭവിക്കേണ്ടി വന്നില്ല. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാനിപ്പം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ 4th ഡേ നമുക്ക് മോഷനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു, സോൾഡ് ആയിട്ടുള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ആയ പോലെ തോന്നി. ഞാൻ തിരിച്ച് എൻ്റെ ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് തിരിച്ച് വന്ന പോലെ തോന്നി. ആ പ്രഗ്നൻസി ഹോർമോൺസൊക്കെ ഇറങ്ങി സാധാ പണ്ടത്തെ പോലെ ഹ്യൂമൻ ആയ പോലെ തോന്നി എനിക്ക്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ.